കിഫ്ബി നമ്മുടെ എക്കണോമിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കിഫ്ബിയിലൂടെ ഇവരെന്താണ് നമ്മളെ സമൂഹത്തോട് ദ്രോഹം എന്താണ് അങ്ങൊന്ന് വിശദീകരിക്കുമോ? കിഫ്ബി ഇന്ന് ഒരു പക്ഷേ വലിയ ചർച്ചയായതും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധ ഇത് വന്നതും ഒരു റിട്ട് ഫയൽ ചെയ്തതിൻ്റെ ശേഷമാണ്. ഞാനാണ് അന്ന് ആ റിട്ട് ഫയൽ ചെയ്തത്. അന്ന് മീഡിയയിലും മറ്റുമൊക്കെ അന്നത്തെ ധനമന്ത്രി ഐസക്ക് ഔട്ട് ആൻഡ് ഔട്ട് കള്ളങ്ങൾ പറഞ്ഞ് ഇതിനെപ്പറ്റി ഇത് ചെയ്തിരുന്നു. അപ്പം എന്താണ് ആവശ്യം? ഇതിനകത്ത് മസാല ബോണ്ട്, ഞാൻ കിഫ്ബിക്ക് അഗൻസ്റ്റ് ആയിട്ടല്ലായിരുന്നു, മസാല ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പുതിയ എന്തോ ഒരു വലിയ സാധനമാണെന്നും പറഞ്ഞ് ഇറക്കുകയും അത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് 2150 കോടി രൂപയുടെ ആദ്യത്തെ ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അത് എടുത്തത് 9.723%. ഇത് വളരെ ഹൈ ആയിട്ടുള്ളൊരു റേറ്റ്. പ്ലസ് ലിസ്റ്റിംഗ് ഫീസ്, സിൻഡിക്കേഷൻ ഫീ, മണിയടി ഫീസ് എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 10-12% ആയി കാണും കോസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ NRIസിൻ്റെ അടുത്ത് പറഞ്ഞാൽ 2000-5000 കോടി രൂപ ഒരു കേരള ഗവൺമെന്റിന് ഒരു ബോണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ മലയാളിക്ക്? മാത്രമല്ല ആഭ്യന്തര വിപണി അതിൽ കുറച്ച് ഘട്ടത്തില്. കറക്റ്റ്. അപ്പോൾ ഇതിന് വലിയ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് ശ്രീ KM എബ്രഹാം ആണ് ഇതിൻ്റെ ഒരു അദ്ദേഹം ഇവിടെയായിരുന്നു, സെബിയുടെ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന് വലിയ ഡിഗ്രിയും മറ്റുമൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ വിസാർഡാണെന്നാണ് ജനറലി നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന അതായിരുന്നു ട്രിഗർ. അന്ന് മാത്യു കുഴൽനാടനായിരുന്നു, ഇന്ന് MLA ആയിരിക്കുന്ന മാത്യു ആണ് എന്നെ റെപ്രസെൻറ്റ് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നു എല്ലാ നിയമസഭയിലും രഞ്ജിത്ത് കാർത്തികൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാർ ആൾ മാത്യു കുഴൽനാടൻ എന്നുള്ള കോൺഗ്രസ്സുകാരൻ കൊണ്ട് ഗൂഢാലോചന നടത്തി ചെയ്തു എന്നൊക്കെ ഉള്ള അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ഗുണം ഉണ്ടായത് 5000 കോടി എന്നുള്ളത് 2250 കോടിയിൽ അവർ നിർത്തി. പിന്നെ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ് എന്നുള്ളതാണ്. നമ്മുടെ വിദേശത്തുനിന്ന് പണം കടമെടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എടുക്കാനൊക്കെയുള്ളൂ. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് കിഫ്ബി എന്ന്. ആ കിഫ്ബി എടുത്തത് ഒരു വയലേഷനാണെന്നുള്ളതാണ് നമ്മുടെ തർക്കം. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് CNDAGയുടെ ഓഡിറ്റ് ഇവർ സമ്മതിക്കുന്നില്ല, ഒരു തരത്തിലുള്ള കൺട്രോൾസോ മാനേജ്മെൻറ്റോ ഇല്ല. എന്നാൽ ഇതിനകത്ത് വരുന്ന പണം എങ്ങനെയാണ്? ബഡ്ജറ്റിൽ വരേണ്ട പണമാണ് ഇതിനകത്ത്. സെസ് ആണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഫീസാണെങ്കിലും ഇതിലോട്ട് വക മാറുന്നു. അല്ലെങ്കിൽ അത് ബഡ്ജറ്റിൽ വരണ്ട. ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ടോൾ പിരിച്ചോ അങ്ങനെയുള്ള ഒരു എമൗണ്ടും ഇതിനകത്ത് വരുന്നില്ല. റവന്യൂ ഇല്ല.